ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. കുറച്ചായി മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് തല തണുക്കി ഒന്ന് കുളിച്ചൊന്ന് സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ളത്. അപ്പം കുറച്ചായി ഇങ്ങനെ ഈ ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ എന്റെ വിതുമ്പുമായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് അങ്ങനെ അധികം ആളും തിരക്കും ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഇല്ലാത്ത ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുവാണ്. ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ ഷെയർ ചെയ്ത് തരാം. എന്തായാലും ഐ എം സോ എക്സൈറ്റഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല, വെള്ളം വീഴുന്നതിന്റെ ഒച്ചയൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ ബാക്കിൽ കാണുന്ന റോഡിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകേണ്ടത്. നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ടുള്ള ആ ഒരു വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് പോവാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണിതാ ഇതുപോലൊരു യാത്ര. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ടാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരും കാണാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കയറി പോകണം കേട്ടോ. അതിന്റെ ഇടയ്ക്ക് വഴി ഒന്ന് കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. ബിക്കോസ് ഇവിടെ കണ്ടോ അധികം ആരും ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ചോദിക്കാനൊന്നും ആരും ഇല്ല. പിന്നെ ഞങ്ങൾ അവിടെ ഒരു വീട്ടിൽ പോയി ചോദിച്ചു. അപ്പം നമ്മൾ എന്തായാലും ഇന്ന് വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചിരിക്കും. ഫൈനലി നമ്മളങ്ങനെ വഴി കണ്ടുപിടിച്ചു. പെട്ടെന്ന് കണ്ടാൽ അതാണ് വഴിയെന്ന് പറയില്ല കേട്ടോ. പക്ഷെ ഇതുപോലെ ചെറിയ ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റുന്ന പാതയുണ്ട്. അപ്പൊ ഇതിങ്ങനെ സ്ട്രീറ്റ് നമ്മൾ നടന്നു പോവാണ്. നമ്മളങ്ങനെ ഈ കാടിങ്ങനെ കേറി പോവാണ്. ബ്യൂട്ടിഫുൾ. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വെള്ളച്ചാട്ടം. കണ്ടതിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദാറ്റ്. അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുമാണ്. കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ. വെയിറ്റ് എ മിനിറ്റ്. കണ്ടോ, ഒരു മനുഷ്യര് പോലും ഇല്ലാത്ത അടിപൊളിയായിട്ട് നമുക്ക് മാത്രം അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു വാട്ടർഫാൾസ്. വഴുക്കലുണ്ട്, അപ്പൊ ഒന്ന് സൂക്ഷിക്കുക. അത് മാത്രമേ ഉള്ളൂ ഒരു കാര്യം. ഈ സ്ഥലത്തോട്ട് കൊണ്ടുവന്ന ആളെ കാണിച്ചു തരാം. മിസ്റ്റർ കണ്ണാപ്പു അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടല്ല. എന്നാലും അധികം ആൾക്കാരൊന്നും, ഞാൻ പറഞ്ഞതുപോലെ അധികം ആൾക്കാരൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു വാട്ടർ ഫോൾ. വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ അത്രയും ഡേഞ്ചറസും അല്ല. നമുക്ക് വളരെ സേഫ് ആയിട്ട് വന്ന് കുളിച്ചിട്ട് പോവാം. എനിക്കറിയില്ല, എന്റെ ജോലിയുടെ വർക്ക് പ്രഷറും കാര്യങ്ങളും എല്ലാം ഞാൻ കുറെ നാളായിട്ട് എന്റെ ഉള്ളിലുണ്ടായിരുന്ന എന്തോ ഒരു ഭാരം. Oh my God, എനിക്കത് എങ്ങനെയാ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. ഐ എം സോ ഹാപ്പി റൈറ്റ് നൗ. നമ്മുടെ നാട്ടില് പത്തനംതിട്ട ജില്ലയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്പോട്ട് ഉണ്ട്. ഇനി മിക്കവാറും ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിറച്ചു ആളാവുമായിരിക്കും. പക്ഷെ ഒരുപാട് പേർക്ക് ക്രൗഡഡ് ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബിക്കോസ് ഇതൊരു ചെറിയൊരു ഏരിയ ആണ്. 1, 2, 3 ഫാമിലിക്കൊക്കെ വന്നിട്ട് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റും. ആക്ച്വലി ദിസ് ഈസ് ഹാപ്പിനെസ്. എന്താ പറയാ, ഒരുപാട് ദൂരെ ഒന്നും അങ്ങനെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ അടുത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പോസിബിൾ ആണെങ്കിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? ഞാൻ അറിയില്ല, ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഐ നോ ദാറ്റ് ബിക്കോസ് ഐ എം സോ എക്സൈറ്റഡ്. ലുക്ക്, അങ്ങനെ നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ വെള്ളത്തിൽ കുളിച്ച് ഇനി ഒരു 4 ദിവസത്തേക്ക് നമുക്ക് കുളിക്കണ്ട കേട്ടോ. അതിനുള്ള കുളിയായിട്ടുണ്ട്. പിന്നെ എന്റെ ഫോൺ വെള്ളത്തിൽ പോയി. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കണ്ണാപ്പു ഒന്ന് വീണു, കൈയൊന്ന് പൊട്ടി. വീണു, കാണിച്ചെടുക്ക്. വീണു. എന്തായാലും അടിപൊളി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞതുപോലെ ലൊക്കേഷൻ നമ്മുടെ വീഡിയോയുടെ താഴെ ഞാൻ
ടാഗ് ചെയ്തേക്കാം, ഐ മീൻ ലൈക്ക് എഴുതിയേക്കാം. ഇങ്ങനെ വെള്ളച്ചാട്ടത്തിനോട് ഗുഡ് ബൈ പറയേണ്ട ടൈം ആയിട്ടുണ്ട്. എന്റെ ഫോണും വെള്ളത്തിൽ പോയി, ഞങ്ങളുടെ ചെറുക്കന്റെ കയ്യും പോയി. ഒന്ന് വീണതാ, ഒന്ന് കാണിച്ചു കൊടുത്തേ. വീണു ഗായ്സ്. ആ ചട്ടിയും തട്ടി മുട്ടിന്നൊക്കെ ഇരിക്കും, ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിന്ന് ഇരിക്കും അല്ലേ. പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വന്നില്ലേ, അത് വേറെ എവിടെ കിട്ടും? എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.